ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുനാളിനൊരുക്കമായുള്ള ധ്യാനചിന്തയുടെ 4-ാം ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈശോയുടെ അരികിലിരുന്നു കൊണ്ട് ഔസേപ്പിതാവിനെ ധ്യാനിക്കാനൊന്ന് പരിശ്രമിക്കാം. വീണ്ടും ഈ സായാഹ്നത്തിൽ ഔസേപ്പിതാവിനെക്കുറിച്ച് ഈശോ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ 4-ാം ദിവസത്തിൽ ഈശോയുടെ ബാല്യവുമായി ബന്ധപ്പെട്ട് ഔസേപ്പിതാവിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: അവൻ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു എന്നാണ്. ഈശോയോടും പരിശുദ്ധ അമ്മയോടും എത്രമാത്രം ആഴപ്പെട്ട് ഔസേപ്പിതാവ് ജീവിച്ചോ അതുപോലെ തന്നെ തൻ്റെ ജീവിതകാലത്ത് ഔസേപ്പിതാവ് ആഴപ്പെട്ട ഒരിടമാണ് ജെറുസലേം ദേവാലയം. അവിടുത്തെ പ്രാർത്ഥനകളും അവിടുത്തെ തിരുനാളുകളും അവിടുത്തെ ഓരോ ചടങ്ങുകളും ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ഈ തിരുക്കുടുംബത്തിൻ്റെ അരികിലിരുന്ന് ധ്യാനിക്കുമ്പോൾ ഇന്ന് നമ്മുടെ തലമുറയിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു ചൈതന്യം ഈ ദേവാലയത്തോടും സഭയോടുമുള്ള ബന്ധത്തിൻ്റെ കുറവാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ പ്രത്യേകിച്ച് ജോലിയുടെയും തിരക്കുകളുടെയും വിപ്രവാസത്തിൻ്റെയും ഒക്കെ കാരണങ്ങൾ കൊണ്ട് ദേവാലയത്തോടും ഞായറാഴ്ച ആചരണങ്ങളോടും കൂദാശകളോടും ഇടവക പള്ളിയോടും സഭയോടും ഒക്കെ ഇങ്ങനെ അകന്നു പോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള പല കുറവുകളും സഭയിലുണ്ടായിട്ടുള്ള കുറവുകളാകാം, പൗരോഹിത്യത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകളാകാം. അതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭയിൽ നിന്ന് അകന്നു പോകുന്ന, അല്ലെങ്കിൽ കൂദാശകളിൽ നിന്ന് അകന്നു പോകുന്ന, ദേവാലയത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പുതിയ തലമുറ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ ഇന്ന് വളർന്നു വരുന്നുണ്ട്. ഇങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ഔസേപ്പിതാവ് ഒരു വലിയ മാതൃകയായിട്ട് നിൽക്കുകയാണ്, ഒരു പാഠമായിട്ട് നിൽക്കുകയാണ്. ഔസേപ്പിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സുവിശേഷങ്ങളിൽ ഔസേപ്പിനെ കൂടുതൽ കാണുന്ന ഒരിടം ജെറുസലേം ദേവാലയത്തും അതുമായി ബന്ധപ്പെട്ടാണ്. ഈശോയുടെ ജനനം മുതൽ ഈശോയുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകൾക്കും ഈശോയെയും കൊണ്ട് ദേവാലയത്തിലേക്ക് ഓടുന്ന ഔസേപ്പിതാവിനെ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, അവന് പേരിടാനുള്ള സമയമായപ്പോൾ കൃത്യമായിട്ട് ഔസേപ്പിതാവ് ഈശോയും കൊണ്ട് ദേവാലയത്തിൽ പോയി അവന് പേരിട്ടുവെന്നും, ഈശോയ്ക്ക് ചേതനാചാരത്തിൻ്റെ ദിവസങ്ങളായപ്പോൾ കൃത്യമായിട്ട് ഈശോയെ ആ ചേതനാചാര കർമ്മത്തിന് ഔസേപ്പിതാവ് വിധേയനാക്കിയെന്നും കൃത്യമായിട്ട് ബൈബിളിൽ പരാമർശിക്കുന്നുണ്ട്. വീണ്ടും ഈശോ ജനിച്ച് 40 ദിവസങ്ങൾ കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണത്തിൻ്റെ ദിവസങ്ങളാണ്. അത് പൂർത്തിയായപ്പോൾ പരിശുദ്ധ അമ്മയെയും കൊണ്ട് ഔസേപ്പിതാവ് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി അവിടെ ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്തി. അതിൻ്റെ പരിഹാരമായിട്ട് അമ്മയ്ക്കുള്ള ശുദ്ധീകരണത്തിൻ്റെ കാഴ്ചയായി 2 പ്രാവിൻ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന മനോഹരമായൊരു രംഗമൊക്കെ ബൈബിളിലുണ്ട്. വലിയ കാളകളെയും ആടുകളെയും ഒക്കെ ബലിയർപ്പിക്കാൻ സമ്പന്നരായ മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യഹൂദരിങ്ങനെ വന്ന് നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ പാവപ്പെട്ട ഈ തച്ചൻ 2 ചെങ്ങാലികളെ കൈപ്പിടിച്ചുകൊണ്ട് ആ ദേവാലയത്തിൻ്റെ നടകടന്ന് കാഴ്ചയർപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നൊരു രംഗം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കേണ്ട ഒരു രംഗമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മടിയും കൂടാതെ, ഒരു സങ്കോചവും കൂടാതെ തനിക്കിതേ ആവുകയുള്ളൂ, അത് ദൈവത്തിന് കൊടുക്കണം, തനിക്ക് പറ്റുന്നതിൽ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കണം. ഇത് ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഔസേപ്പിതാവ് താനുമായി ബന്ധപ്പെട്ട വ്യക്തികളെ, അവരുടെ ദേവാലയ ബന്ധത്തെ, അവരുടെ ദൈവബന്ധത്തെ ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് തന്നാൽ പറ്റുന്നത് ചെയ്യുന്ന ഒരു ഔസേപ്പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കത്തിലാണ്, വലിയ പ്രവാസത്തിലാണ് കഴിയുന്നത്. നാട്ടിൽ നിന്നൊക്കെ പോന്നിട്ട് നാളുകളായി, കയ്യിൽ വലിയ സാമ്പത്തികമായിട്ടൊന്നുമില്ല ഔസേപ്പിതാവിന്. എങ്കിലും തനിക്ക് പറ്റുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ നേർച്ച കാഴ്ചകൾ അത് ഏറ്റവും പരിപൂർണതയിൽ നിയമം അനുശാസിക്കുന്നത് പോലെ നിർവഹിക്കാൻ ഏറ്റവും തൽപരനായിട്ട് നിൽക്കുന്ന ഔസേപ്പിതാവിനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് പേരിടുന്ന ചടങ്ങിലും അവൻ്റെ ചേതനാചാരത്തിൻ്റെ ചടങ്ങിലും ശുദ്ധീകരണത്തിൻ്റെ ചടങ്ങിലും, അതുപോലെ തന്നെ 12 വയസ്സായി ആകുമ്പോൾ ഒരു ബാലന് നടത്തേണ്ട ആ നിയമപരമായ ചടങ്ങിലുമൊക്കെ ഈശോയെയും കൊണ്ട് ഔസേപ്പിതാവ് കൃത്യമായിട്ട് പോകുന്നതും അത് ദേവാലയത്തിൽ നിന്ന് നിർവഹിക്കുന്നതും നമ്മൾക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഔസേപ്പിതാവ് നമ്മുടെ ഈ തലമുറയ്ക്ക് നൽകുന്ന ഒരു പാഠമാണ്. നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ നിശ്ചയമായും അത്
ദേവാലയത്തോട് ദൈവത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ പണിതുയർത്തണം. ദൈവത്തോടും ദേവാലയത്തോടും ബന്ധപ്പെടുത്തി പണിതുയർത്തുന്ന ജീവിതങ്ങളാണ് ബലപ്പെടുക. ഈശോ പറയുന്നൊരു വചനമുണ്ടല്ലോ, എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് കൂടെ നിന്ന് ശേഖരിക്കാൻ, ദൈവത്തോട് കൂടെ നിന്ന് പണിതുയർത്താനുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ യൗസേപ്പിതാവ് ഈ തലമുറയിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ വരുന്ന സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നൊരു യാത്ര വരിക, എങ്കിൽ പള്ളിയിൽ പോകണ്ട, അല്ലെങ്കിൽ ഇന്നൊരു ഗസ്റ്റ് വരിക, ഇന്ന് കുടുംബ പ്രാർത്ഥന നമുക്ക് നടത്തണ്ട. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ, അല്ലെങ്കിൽ നമുക്കൊരു ശാരീരിക ക്ഷീണം വരുന്നുണ്ട്, അങ്ങനെയാണ് ഇന്ന് പ്രാർത്ഥിക്കേണ്ട. നമ്മളെല്ലാവരും ആദ്യം ഒഴിവാക്കുന്നത് ഒരുപക്ഷെ പ്രാർത്ഥനയുടെ ഒരിടമായിരിക്കും. അല്ലെങ്കിൽ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇനി പള്ളിക്ക് പിരിവ് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കുന്ന ഒരു മേഖല എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. പ്രിയപ്പെട്ടവർ, അവിടെയാണ് യൗസേപ്പിതാവ് എന്ന് പറയുന്ന പുണ്യപിതാവ് നമുക്കൊരു ഭയങ്കര മാതൃകയായിട്ട് നിൽക്കുക. യൗസേപ്പിതാവ് ഈ കാരണങ്ങളൊന്നും തൻ്റെ ദൈവബന്ധത്തിനോ ദേവാലയ ബന്ധത്തിനോ തടസ്സമായിട്ട് വയ്ക്കുന്നില്ല, തടസ്സമായിട്ട് അവതരിപ്പിക്കുന്നില്ല. മറിച്ച് ഇതെല്ലാം അദ്ദേഹം അഭിമുഖീകരിക്കുന്ന കാലഘട്ടത്തിന് സാമ്പത്തിക ഞെരുക്കമാണ്, സമയമില്ലായ്മ, കഷ്ടപ്പാടുകളുടെ നടുക്ക്, ഇതൊക്കെ ഉണ്ടായിട്ടും ദൈവബന്ധം, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ദൈവത്തിന് കൊടുക്കേണ്ടത് ഒരിക്കലും നിഷേധിക്കാത്ത ഒരു യൗസേപ്പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് വളർന്നു വലുതായപ്പോൾ ഈശോ പറയുന്നുണ്ട്, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും സീസറിന് കൊടുക്കേണ്ടത് സീസറിനുമെന്ന് ഈശോ പറയുന്ന വളരെ പ്രഖ്യാതമായൊരു വചനമുണ്ടല്ലോ. പ്രിയപ്പെട്ടവർ, അങ്ങനെ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കാൻ ഉള്ളൊരു ചിന്ത ഈശോയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് യൗസേപ്പിതാവ് തന്നെയാണ്. ഈ പിതാവ് കുഞ്ഞുനാളിൽ കാണിച്ചു കൊടുക്കുന്ന ആ ഓർമ്മയാണ് ഈശോയ്ക്ക് പിന്നീട് തൻ്റെ ജീവിതത്തിൻ്റെ നല്ല പാഠമായിട്ട് തീരുന്നതൊക്കെ. അപ്പോൾ യൗസേപ്പ് എന്ന പാഠശാലയിൽ ഇരുന്ന് പഠിക്കുന്ന ഈശോ, അങ്ങനെ വളർന്നു വന്ന ഈശോ യൗസേപ്പിൽ കണ്ടുമുട്ടിയ വലിയൊരു കാര്യമാണ് ഈ ദേവാലയത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണല്ലോ, ഈശോയെ യൗസേപ്പിതാവ് കുഞ്ഞുനാൾ മുതൽ ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെടുത്തി വളർത്താൻ പരിശ്രമിച്ചു. എല്ലാ പെസഹ തിരുനാളിനും അവർ ജെറുസലേം ദേവാലയത്തിൽ പോകുമായിരുന്നു. യഹൂദരുടെ നിയമം അനുസരിച്ച് അവർക്ക് രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പും ഒക്കെ പ്രാർത്ഥനയുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് യൗസേപ്പിതാവ് തൻ്റെ കുടുംബത്തിൽ നിർവഹിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ആണ്ടുതോറുമുള്ള എല്ലാ തിരുനാളുകൾക്കും യൗസേപ്പിതാവ് ഉണ്ണീശോയെയും കൂട്ടിക്കൊണ്ട് ഈ ജെറുസലേം ദേവാലയത്തിൽ പോകുമായിരുന്നു. അങ്ങനെ കുഞ്ഞുനാളിൽ ഈശോയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും നല്ല ഓർമ്മകൾ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകളാണ്. അവിടുത്തെ തിരുനാളുകൾ, അവിടുത്തെ ആഘോഷങ്ങൾ, ഇതെല്ലാമായിരുന്നു തിരുക്കുടുംബത്തിൻ്റെ ഏറ്റവും നല്ല സന്തോഷ അവസരങ്ങൾ എന്ന് പറയുന്നത്. വലിയ കഷ്ടപ്പാടിൻ്റെയും ഞെരുക്കത്തിൻ്റെയും പലായനത്തിൻ്റെയും ഒക്കെ കെടുതികളിലൂടെ ആ കുടുംബം കടന്നുപോയപ്പോഴും ആ കുടുംബത്തിലെ ഏറ്റവും നല്ല ആഘോഷത്തിൻ്റെ ദിവസങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് ജെറുസലേം ദേവാലയത്തിലെ തിരുനാളും അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും യാത്രകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾ വെച്ചു പുലർത്തേണ്ട ഒരു മനോഭാവം കൂടിയാകണം അത്. നമ്മുടെ കുടുംബത്തിൻ്റെ ആഘോഷങ്ങൾ, കുടുംബത്തിൻ്റെ സന്തോഷങ്ങൾ ഒക്കെ ദേവാലയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിലവഴിക്കാനുള്ള ഒരു പാഠം യൗസേപ്പിതാവ് തരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിലെ ഏറ്റവും വലിയ സന്തോഷം ഇടവകപ്പള്ളിയിലെ പെരുന്നാളായിരുന്നു. അല്ലെങ്കിൽ ഒരു ദേശത്തൊരു പെരുന്നാളൊക്കെ വരുമ്പോൾ ആ വീട്ടിലെ കെട്ടിച്ചു വിട്ട മക്കളും അവിടെ നിന്ന് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ കുടിയേറിപ്പോയവരും ഒക്കെ വന്ന് ആ തിരുനാളിൽ പങ്കെടുക്കുകയും വീട്ടിൽ വലിയ കൂട്ടായ്മകൾ ആഘോഷിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പതിവ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് കുറഞ്ഞു വരുന്നുണ്ട്, അത് മങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദേവാലയവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ വീടിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളായിട്ട് മാറ്റുന്ന ഒരു പതിവ്, അത് യൗസേപ്പിതാവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. പ്രിയപ്പെട്ടവർ, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വളർത്തുകയൊക്കെ ചെയ്യാനായിട്ട് ഈ കാലഘട്ടത്തിൽ യൗസേപ്പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ ദൂരങ്ങളിലേക്ക് പോകുന്ന വേളകളിൽ ജോലിക്കായിട്ട് പോകാം, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകാം. പക്ഷേ നമ്മുടെ ഇടവകപ്പള്ളിയിൽ ഒരു തിരുനാൾ വരുമ്പോൾ മക്കളെ വിളിക്കാനും അവരെ ക്ഷണിക്കാനും അവരോട് വന്നിട്ട് പങ്കെടുക്കാനൊക്കെ പറയുമ്പോൾ അത് ആ കുടുംബത്തിന്, ആ വീട്ടിലൊരു വലിയ സന്തോഷത്തിൻ്റെ വേളയാണ്. മക്കളെല്ലാം ഒരുമിച്ച് കൂടുന്നു, വലിയ ഒരുമിച്ച് കുർബാനയിൽ പങ്കെടുക്കുന്നു, തിരുനാൾ പ്രദർശനത്തിന് പങ്കെടുക്കുന്നു, ഒരുമിച്ച് വൈകുന്നേരങ്ങൾ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ വീടിൻ്റെ ഏറ്റവും സന്തോഷകരമായ നാളുകൾ തിരുനാളിൻ്റെ സന്തോഷകരമായ നാളുകളാക്കി മാറ്റുന്ന ഒരനുഭവം, മാറ്റണമെന്നുള്ളൊരു ചിന്ത യൗസേപ്പിതാവ് ഈ കാലഘട്ടത്തിൽ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരൊപ്പം ഈശോ
ഈശോയിൽ നമ്മൾ കാണുന്ന ഒരു വലിയ ഒരു കാര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഈശോ എല്ലാ തിരുനാളുകളിലും യൗസേപ്പിതാവ് ഉള്ള കാലത്ത് ഈശോയെയും കൊണ്ട് യൗസേപ്പിതാവ് പോകുമായിരുന്നു. അങ്ങനെ ഈ തിരുനാളുകളിൽ ഈശോയെ പങ്കെടുപ്പിച്ചിരുന്നു. പിന്നീട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കും, ഈ യൗസേപ്പിതാവ് കടന്നുപോയി, മരണപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞ് ഈശോ എല്ലാ തിരുനാളുകളിലും പോകുമായിരുന്നു ജെറുസലേമിൽ. അങ്ങനെ ഒരിക്കലൊരു തിരുനാൾ വന്നപ്പോൾ ഈശോ പറഞ്ഞു, ശിഷ്യരോട് പറഞ്ഞു, ഞാൻ ഈ വർഷം തിരുനാളിന് വരുന്നില്ല. ശിഷ്യന്മാർക്ക് സങ്കടമായി. ഈശോയെ കൂട്ടാതെ അവർ തിരുനാൾ കൂടാൻ പോയി. അങ്ങനെ അവർ ജെറുസലേം ദേവാലയത്തിലെത്തി. അവർ ഇങ്ങനെ ഈശോയെ കൂടാതെ തിരുനാളിന് പങ്കെടുക്കുന്ന വിഷമത്തിലൊക്കെ അവരിങ്ങനെ പള്ളിപ്പറമ്പിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ അവരൊരു കാഴ്ച കാണുകയാണ്. അവർ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഈശോ ആ ദേവാലയത്തിലെത്തി. ഈശോ ആ ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിനെത്തി. അവിടെ നിൽക്കുന്ന കാഴ്ച പ്രിയപ്പെട്ടവരെ ഈ ശിഷ്യർ കാണുകയാണ്. ഇത് നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈശോയ്ക്ക് ഒരു മടിയൊക്കെ തോന്നി, ഈ പ്രാവശ്യം ഞാൻ തിരുനാളിന് വരുന്നില്ല. പക്ഷേ ഈശോ വീണ്ടും പോവുകയാണ് ആ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി. അതെന്തുകൊണ്ടായിരിക്കും? അത് ഒറ്റ കാരണമേ ഉള്ളൂ. ഈശോയുടെ മനസ്സിൽ കുഞ്ഞുനാൾ മുതൽ വേരൂന്നിക്കിടക്കുന്ന ശക്തമായൊരു ഓർമ്മയാണ് ഈ ജെറുസലേം ദേവാലയവും അതുമായി ബന്ധപ്പെട്ട തിരുനാളും. അത് കുഞ്ഞുനാളിൽ യൗസേപ്പിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു വലിയ നല്ല ഓർമ്മയാണ്. ആ നല്ല ഓർമ്മ ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവിന്, അവൻ എത്ര വളർന്നാലും എത്ര തിരക്കുണ്ടെങ്കിലും ആ സമയമാകുമ്പോൾ അത് ഉപേക്ഷിക്കാൻ പറ്റിയല്ല, അവിടെ എത്താതിരിക്കാൻ പറ്റില്ല. അവിടെ ജെറുസലേം ദേവാലയത്തിൽ ആഘോഷം നടക്കുമ്പോൾ ഈശോയ്ക്ക് ഒരിക്കലും മാറി നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ആ തിരക്കുകൾ കൊണ്ടൊക്കെ പറഞ്ഞു പോയാലും അവിടെ എത്താതിരിക്കാൻ പറ്റുന്നില്ല. ഹൃദയം ആ ദേവാലയം നട കടന്ന് അവിടെ എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ഈശോ നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ദേവാലയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ ആന്തരിക വളർച്ച, ആത്മീയ വളർച്ച കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ തലമുറയിൽ നമ്മുടെ മക്കളെയൊക്കെ ദേവാലയവുമായി ബന്ധപ്പെടുത്തി വളർത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ യൗസേപ്പിതാവ് നമുക്ക് തരുന്നുണ്ട്. യൗസേപ്പിതാവിൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഐക്കണുണ്ട്, ഐക്കൺ ചിത്രം. ആ ചിത്രം എങ്ങനെയാണ്? ഉണ്ണീശോയെയും കൊണ്ട് ദേവാലയത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞ് തിരിച്ച് നടന്നു പോകുന്ന യൗസേപ്പിതാവിൻ്റെ ഒരു ചിത്രമാണത്. ആ ചിത്രത്തിൽ യൗസേപ്പ് ഉണ്ണീശോയും മാത്രമേ അവർ ചിത്രീകരിക്കുന്നുള്ളൂ. ദേവാലയത്തിൽ യഹൂദർ കർമ്മങ്ങൾക്ക് പോകുമ്പോൾ അന്ന് വെള്ള വസ്ത്രമാണ് ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഐക്കണിൽ യൗസേപ്പിതാവിൻ്റെ ഉണ്ണീശോയുടെയും വസ്ത്രം ഈ വെള്ള ഉടുപ്പാണ്. അപ്പോൾ യൗസേപ്പിതാവിൻ്റെ തോളത്താണ് ഈശോ ഇരിക്കുന്നത്. ഉണ്ണിയായ ഈശോയെ ഇങ്ങനെ തോളത്തിരുത്തി മടക്കയാത്ര പോകുന്ന ഒരു യൗസേപ്പിതാവിനെയാണ് ഈ ചിത്രകാരൻ വരച്ചിരിക്കുക. ഈ ചിത്രത്തിൻ്റെ ഈ ഐക്കണിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ ഈ ഉണ്ണീശ തോളത്തിരുന്ന് ഇങ്ങനെ കുതിച്ച് ചാടുകയാണ്. തോളത്തിരുന്ന് കുതിച്ച് ചാടുക. ചാടുന്ന എങ്ങോട്ടാ? സ്വർഗത്തിലേക്ക് നോക്കി, ദേവാലയത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ഉണ്ണീശ കുതിച്ച് ചാടുന്നത്. അപ്പോൾ ആ കുതിച്ച് ചാടുന്ന ഈശോയെ ഇങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു യൗസേപ്പിതാവിനെ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, അത് ഈ ചിത്രം നമുക്ക് നൽകുന്നൊരു ഓർമ്മപ്പെടുത്തൽ, ഒരു വലിയൊരു സന്ദേശമുണ്ട്. അതിതാണ്, ഈശോ ദൈവത്തിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള വചനം ഈശോയുടെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ കൊടുക്കാൻ യൗസേപ്പിന് സാധിച്ചു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ചിത്രം നൽകുക. സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോ ഇങ്ങനെ കുതിച്ചു ചാടുകയാണ്. ഈശോ സന്തോഷം കൊണ്ട്, വലിയ ആന്തരിക ആനന്ദം കൊണ്ട് ഈശോ കുതിച്ചു ചാടുകയായിരുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ചിത്രം നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദേവാലയത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, ദേവാലയ ശുശ്രൂഷകളെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ ഇത് നമുക്ക് തരികയാണ്. നമുക്ക് സാധിക്കുന്നത് പോലെ ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഭാഗഭാക്കാകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇത് നമുക്ക് തരുന്നുണ്ട്. സാമ്പത്തികമായിട്ടും സമയം കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ നമ്മൾ നമ്മുടെ ദേവാലയത്തോട്, ദൈവ ശുശ്രൂഷകളോട് ചേരണം. അത് ഈശോ ആഗ്രഹിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യവും യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതുമായൊരു കാര്യമാണ്. ഈ അടുത്ത നാളുകളിൽ ഒരു പോപ്പർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഉണ്ടായൊരു അനുഭവം പങ്കുവയ്ക്കാം. ഒരു വലിയ ഇടവകയിൽ പോപ്പർ മിഷൻ ധ്യാനം നടക്കുകയാണ്. ഈ ധ്യാനം നടക്കുന്ന സമയത്ത് വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും ഒരു 10-15 വയസ്സ് പ്രായമുള്ള ഒരു ടീനേജിലേക്ക് കടന്നൊരു പയ്യൻ വന്ന് എല്ലാ ദിവസവും വന്ന് ഈ ധ്യാനം നടക്കുന്ന ഹോളിൽ വന്ന് അവിടുത്തെ കസേരകൾ ക്രമീകരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ 1-2 ദിവസമായപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഈ കൊച്ചു മാത്രമേ ഉള്ളൂ ഈ കസേരകൾ നിരത്താനും ക്രമീകരിക്കാനും എല്ലാം. അവൻ സ്കൂൾ വിട്ട് വരും, ശാന്തമായിട്ട് കടന്നു വരും. അതിനുശേഷം ഈ ബാലൻ ഇവൻ വന്ന് ഈ കസേരകളെല്ലാം ക്രമീകരിച്ചിടും. അതിനകത്തേക്ക് ആളുകളൊക്കെ എത്തും. ഇവനും ആ കൂടെ ഇരുന്ന് ധ്യാനം കൂടും, അതിന് തിരിച്ചു പോകും. അങ്ങനെ ആ ദിവസങ്ങളിൽ ഈ
പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഭവന സന്ദർശനമുണ്ട്. എല്ലാ വീടുകളിലേക്ക് അച്ഛന്മാർ പോകും. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് യാദൃശ്യ ഈ ഭവനത്തിലെത്താനായിട്ട് ഇടവന്നു, ഈ കൊച്ചിൻ്റെ വീട്ടിലെത്താനായിട്ട് ഇടവന്നു. അങ്ങനെ ഈ വീട്ടിൽ ചെന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുക, ആ ഇടവകയിൽ ഏറ്റവും സമ്പന്നമായൊരു വീട്ടിലെ കുട്ടിയാണിവൻ. അവർക്ക് ധാരാളം ഭൂസ്വത്തുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്നൊരു കുടുംബമാണിത്. ഇവൻ്റെ വീട്ടിലുള്ള ഇവൻ്റെ ചേട്ടന്മാർ രണ്ടുപേരും വിദേശത്ത് പഠിക്കുന്നു. ഈ കുട്ടിയും ആ സ്കൂളിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ട് പഠിക്കുന്നൊരു കുട്ടി, ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടി, നന്നായിട്ട് പടം വരയ്ക്കും. അങ്ങനെയൊക്കെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടി. അവൻ്റെ വീട്ടിൽ അവൻ്റെ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ അവൻ്റെ പേരൻസ് ഞങ്ങളെ കാണിച്ചു തന്നു. ആ കുഞ്ഞാണ് എല്ലാ ദിവസവും വന്ന് ഈ ഇടവകപ്പള്ളിയിൽ വന്ന് ഈ ധ്യാനത്തിനൊരുക്കമായിട്ട് ഈ കസേരകൾ നിരത്തിയിടുക. ഇവൻ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഈ കൊച്ചിനെ പറഞ്ഞു വിടുക, മോനെ നീ പള്ളിയിൽ ചെന്ന് ആ ഹോളിലെ കസേരയൊക്കെ നേരെ ഇടണം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അവനേക്കാൾ അവൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ജോലി ചെയ്യേണ്ട കാര്യമൊന്നും അവനില്ല. അല്ലെങ്കിൽ അവൻ്റെ അപ്പൻ അങ്ങനെ അവൻ്റെ മകനെ പറഞ്ഞു വിടേണ്ടതായിട്ട് ഒരു കാര്യങ്ങളുമില്ല. പക്ഷേ ഈ അപ്പൻ തിരിച്ചറിയുകയാണ്, ഞാൻ എത്ര സമ്പന്നനാണെങ്കിലും എൻ്റെ കുഞ്ഞ് എത്ര പഠിക്കാൻ മിടുക്കനായാലും എത്ര കഴിവുള്ള കുട്ടിയായാലും അവന് ദേവാലയവുമായിട്ടൊരു ബന്ധം വേണം. അവന് ദേവാലയത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നതിൽ ഒരു അഭിമാനം ഉണ്ടാവണം. ഇങ്ങനെ ഒരു ചിന്ത, ഒരു ബോധ്യം ഈ അപ്പനുണ്ട്. പ്രിയപ്പെട്ടവർ, ആ ബോധ്യത്തിൽ നിന്നാണ് ഈ കൊച്ചിനെ ഈ ജോലിക്ക് വേണ്ടി അപ്പൻ പറഞ്ഞു വിടുക. ഞാൻ ശ്രദ്ധിച്ച ആ ഇടവകയിൽ വേറെ ഒറ്റ കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെപ്പോലും മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞു വിടാനുള്ളൊരു മനസ്സ് അവർക്ക് തോന്നിയിട്ടില്ല. ഇത്രയും സമ്പന്നതയിൽ ജനിച്ചു വളർന്ന ഈ അപ്പന് ആണ് അവരുടെ മകനെ ഇങ്ങനെ പറഞ്ഞു വിടാനുള്ള ഒരു ബോധ്യമുണ്ടായത്. നിശ്ചയമായിട്ട് ആ ബോധ്യം ആ കുട്ടിയിൽ അത് കാണാനുമുണ്ട്. അവൻ്റെ പെരുമാറ്റത്തിലും അവൻ്റെ സമീപനത്തിലും അവൻ്റെ എളിമയിലും അവൻ്റെ ബഹുമാനത്തിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ കുഞ്ഞ് അത്രയും ദൈവബന്ധത്തിൽ ദൈവീക കാര്യങ്ങൾ അത്രയും ബഹുമാനത്തോടെ എടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഒരു കസേര ഇടുന്നതും ആ ധ്യാനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരു അഭിമാനത്തോടെ, ഒരു സന്തോഷത്തോടെ, ആദരവോടെ ചെയ്യാനുള്ള വലിയൊരു ചിന്ത ഈ കുട്ടിക്ക് അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ദേവാലയത്തോടൊരു ബന്ധം വേണം. അത് ശക്തമായൊരു ബന്ധം, മരിക്കുന്നവരെ ദേവാലയത്തോടൊരു ബന്ധം നമുക്കുണ്ടാകണമെന്ന് യൗസേപ്പ് പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഈ ദേവാലയ ബന്ധമാണ് നമ്മളെ ഏറെ ശക്തിപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതുമെല്ലാം. അപ്പോൾ അതിന് കുടുംബം ഒരു ദേവാലയമാണെന്നാണല്ലോ പറയുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കുടുംബമാകുന്ന ദേവാലയത്തിൽ ആ ദേവാലയത്തിൻ്റെ പുരോഹിതനാണ് ആ കുടുംബത്തിലെ കുടുംബനാഥൻ. ഒരു ദേവാലയത്തിൽ നമുക്കറിയാം, ഒരു ആ ഇടവകയിലെ വികാരിയച്ഛൻ അവിടുത്തെ പുരോഹിതനാണ്. അവിടുത്തെ ശുശ്രൂഷകൾക്കെല്ലാം, പ്രാർത്ഥനകൾക്കെല്ലാം, ആചാരാനുഷ്ഠാനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ ആ പള്ളിയിലെ അച്ഛനാണ്, അല്ലെങ്കിൽ പുരോഹിതനാണ്, അല്ലെങ്കിൽ ഇടവ വികാരിയാണ്. അപ്പം ഇതുപോലെ ഒരു കുടുംബത്തിൽ അപ്പനാണ് അവിടുത്തെ പുരോഹിതൻ. അവിടുത്തെ ആ പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ പരികർമ്മം ചെയ്യേണ്ട വ്യക്തി അപ്പനാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആത്മീയ അവസ്ഥ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും, ഭയങ്കരമായൊരു മാറ്റം വരും. അങ്ങനെ അപ്പൻ നേതൃത്വം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളും അമ്മ നേതൃത്വം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയും അപ്പൻ പ്രാർത്ഥിക്കുകയും അപ്പൻ വിശ്വാസം ജീവിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ വളരെ കൃപയിൽ വളർന്നു വരുന്നതും നമ്മൾ പ്രത്യേകം കാണാൻ സാധിക്കും. അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആ ദേവാലയത്തോട് ഒക്കെയുള്ളൊരു വലിയ ബന്ധം, ഒരു സ്നേഹം അവർ രൂപപ്പെടുന്നതും, പൗരോഹിത്യത്തോടുള്ള സ്നേഹം, ദേവാലയത്തോടുള്ള സ്നേഹം, ഇതൊക്കെ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. യൗസേപ്പ് പിതാവിന് ഈ സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈശോയിൽ ആ ദേവാലയത്തെക്കുറിച്ചുള്ള സ്നേഹം ഉണ്ടായത്. ഈശോ പിന്നീട് പറയുന്നില്ലേ, അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണത ഈശോയെ വിഴുങ്ങിക്കളയാൻ തക്കവിധം ആ ഒരു സ്നേഹം ഈശോയിൽ രൂപപ്പെട്ടത് യൗസേപ്പിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേവാലയത്തെ, നമ്മുടെ ഇടവകയെ ഒക്കെ സ്നേഹിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇത് തരുന്നുണ്ട്. അത് ഈ യഹൂദ മതത്തിൻ്റെയൊക്കെ ഒരു വലിയ ചിന്ത കൂടിയാണ് കേട്ടോ. യഹൂദ മതത്തിൻ്റെ ഒരു പശ്ചാത്തലം അതിൻ്റെ പിന്നിലുണ്ട്. നമുക്കറിയാം, ബാബിലോൺ അടിമത്തത്തിലേക്ക് പോകുന്ന സമയത്ത് ഇസ്രായേൽ ജനം സങ്കടത്തോടെ പറയുന്നൊരു സങ്കീർത്തനമുണ്ടല്ലോ. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കും. ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ
എന്ന് പറഞ്ഞ് അവർ സങ്കടത്തോടെ പറയുന്ന ഒരു സങ്കീർത്തനം. ബാബിലോൺ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് സെഹിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. അവിടെ വെച്ച് ഞങ്ങളോട് പാട്ട് പാടണമെന്ന് ഞങ്ങളെ അടിമപ്പെടുത്തിയവർ നിർബന്ധിച്ചു. ജെറുസലേമിൽ നിന്ന് കർത്താവിൻ്റെ ദേശത്തല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് കർത്താവിനെക്കുറിച്ചൊരു പാട്ട് പാടുക? അങ്ങനെ സങ്കടത്തോടെ അവർ പറയുന്ന ഒരു രംഗമുണ്ട്. ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലതുകരം ശോഷിച്ചു പോകട്ടെ. ഞാൻ നിന്നെ ഓർക്കാതിരുന്നാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് ഒട്ടിപ്പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ പറയുന്ന ഒരു രംഗം ബൈബിളിലുണ്ട്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഈ ജെറുസലേം ദേവാലയത്തെ തീവ്രമായി സ്നേഹിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ഇസ്രായേൽ ജനം. അവരുടെ വിശ്വാസം, ഏകദൈവം, ഏക ദേവാലയം, ആ ഒരു വലിയ വിശ്വാസ ബോധ്യം പ്രിയപ്പെട്ടവർ അവരുടെ ജനതയിൽ എന്നും ശക്തമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ ജനം ഇന്നും ആ വലിയ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമ്മുടെ ഇടവക ദേവാലയത്തോട് നമ്മൾ ദൈവം രൂപപ്പെടുത്തി തന്ന ഇടത്തോടുള്ളൊരു സ്നേഹം നമ്മൾ വളർത്തണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ യൗസേപ്പിതാവ് നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ദേവാലയവും ദേവാലയ ചടങ്ങുകളും തിരുനാളുകളും എല്ലാം നമ്മുടെ വീടിൻ്റെ ഭാഗമായി മാറട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഗമായിട്ട് മാറട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദേവാലയ കേന്ദ്രീകൃതമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഓരോ കുടുംബനാഥനും ചിന്തിക്കണം, എൻ്റെ വീടാകുന്ന ദേവാലയത്തിൻ്റെ പുരോഹിതനാണ് ഞാൻ. എൻ്റെ വീടാകുന്ന ദേവാലയത്തിൻ്റെ ആത്മീയ സ്ഥിതിയെ പരിപോഷിപ്പിക്കേണ്ടവൻ ഞാനാണ്. അത് കുറവ് വരുന്നുണ്ടെങ്കിൽ, ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ, നമുക്കറിയാം കുർബാന നടക്കാത്തൊരു പള്ളി, പ്രാർത്ഥനയില്ലാത്തൊരു ദേവാലയം, അത് ഇരുണ്ടു പോകും, അത് അടഞ്ഞു പോകും, അത് കൃപയില്ലാതാകും. ഇതുപോലെ തന്നെ ഒരപ്പൻ പ്രാർത്ഥിക്കാത്ത കുടുംബം, അപ്പൻ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തൊരു കുടുംബം, അപ്പൻ ബലിയർപ്പിക്കാത്തൊരു കുടുംബം, ആ കുടുംബം ആത്മീയമായിട്ട് ക്ഷയിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഓർമ്മ യൗസേപ്പിതാവ് ഈ തലമുറയെ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സന്ധ്യാപ്രാർത്ഥനകൾ മുടങ്ങിപ്പോകുന്നു. പിതാക്കന്മാരൊക്കെ മൺമറഞ്ഞു പോയ തലമുറകൾ മാറിക്കടന്നു വന്നപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രാർത്ഥനകൾ മുടങ്ങിപ്പോയി. പ്രാർത്ഥനകളില്ലാത്ത കുടുംബങ്ങളായി, സന്ധ്യകളായി നമ്മുടെ ഭവനങ്ങൾ മാറുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ വീണ്ടും നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. മാലാഹ യൗസേപ്പിന് ഒരു സന്ദേശം തരുന്നുണ്ട്. ആ സന്ദേശം എങ്ങനെയാണ്? ഈശോ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ഈശോയാണ് വരാനിരിക്കുന്ന രക്ഷകനെന്നും ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടുള്ള കുഞ്ഞാട് എന്നും യൗസേപ്പിതാവിനോടാണ് സ്വർഗം ആദ്യമായിട്ട് പറയുന്നത്. യൗസേപ്പിതാവാണ് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ഈ ലോകത്തിൻ്റെ പാപ നിഹന്താവ് ഈശോയാണ് എന്ന്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അറിയാമായിരുന്നിട്ടും യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം, അന്നത്തെ ആ ആചാരങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആരാധനക്രമത്തിൻ്റെ ഒക്കെ ഭാഗമായ ബലിയർപ്പണങ്ങളൊന്നും യൗസേപ്പിതാവ് മുടക്കുന്നില്ല. ഈശോയാണ് പാപ വിമോചകനെന്നറിയാമായിരുന്നിട്ടും 2 ചങ്ങാലികളെ വാങ്ങിച്ചു കൊണ്ടുവന്ന് പാപപരിഹാരത്തിന് ബലിയർപ്പിക്കാൻ, ശുദ്ധീകരണ കർമ്മങ്ങൾക്ക് പരിഹാരം ചെയ്യാനൊക്കെ യൗസേപ്പിതാവ് കാണിക്കുന്നൊരു വലിയ മനസ്സുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ ദേവാലയവുമായി ബന്ധപ്പെട്ടാകാം, ചില കാര്യങ്ങൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റ് ബോധ്യങ്ങളൊക്കെ വരാം. എങ്കിൽ പോലും ദേവാലയത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സഭ അനുശാസിക്കുന്ന കാര്യങ്ങൾ, ഈ കാലഘട്ടം നമ്മളോട് പറയുന്ന നിർദ്ദേശങ്ങൾ, അതനുസരിക്കാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തണമെന്ന് കൂടി ഒരു ചിന്ത യൗസേപ്പിതാവ് നമുക്ക് തരുന്നുണ്ട്. യൗസേപ്പിതാവ് ഇപ്രകാരം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ ബലിയർപ്പിച്ച തൻ്റെ ബോധ്യങ്ങൾ 100% ശരിയാണെന്നറിയാമായിട്ട്, ഈശോയാണ് പാപവിമോചകൻ, ഈശോയാണ് ലോകത്തിൻ്റെ പരിഹാരം ചെയ്യുന്ന കുഞ്ഞാട്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നിട്ടും യൗസേപ്പിതാവ് ഒരിക്കൽ പോലും തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഈ ബലികളോ കാഴ്ചകളോ നേർച്ചകളോ ദശാംശങ്ങളോ ഒന്നും കുറച്ചില്ല. ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഇനി മാറ്റിമറിക്കാനാണ് ഇവൻ വരുന്നതെന്നറിയാമായിരുന്നിട്ടും യൗസേപ്പ് നിശബ്ദനായി നിന്ന് ദൈവത്തിന് വേണ്ടി ആ അറിവുകളൊക്കെ, തൻ്റെ ബോധ്യങ്ങളൊക്കെ ദൈവഹിതപ്രകാരം നിശബ്ദമായിട്ട് വിട്ടുകൊടുക്കുന്നൊരു യൗസേപ്പിതാവിനെ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും അന്തരങ്ങളും ഒക്കെ വരുമ്പോഴും ദൈവഹിതത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ദേവാലയത്തോട് ചേർന്ന് നിൽക്കാനുള്ള, ആ ദേവാലയത്തിലെ ശുശ്രൂഷകളോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തണമെന്നുകൂടി യൗസേപ്പിതാവ് നമുക്ക് ഒരു പാഠം തരുന്നുണ്ട് ഇതിലൂടെ.
അങ്ങനെ നിറഞ്ഞ മനസ്സോടെ ഇടവക ദേവാലയത്തോടും ശുശ്രൂഷകളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ജനതയെ ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുത്താൻ യൗസേപ്പ് പിതാവെന്ന ആ വലിയ വിശ്വാസി, ആ വലിയ കുടുംബനാഥൻ നമ്മുടെ ഈ തലമുറയോട്, നമ്മുടെ പിതാക്കന്മാരോട് ഈ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാലയളവിൽ ഈ തിരുനാളിനൊരുങ്ങുമ്പോൾ നമുക്കൊന്ന് ആഗ്രഹിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് പോകണം, യാത്രകൾ, തീർത്ഥാടനങ്ങളൊക്കെ പോകണം. തിരുക്കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതായിരുന്നല്ലോ. തിരുക്കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ തിരുനാളുകൾക്കുള്ള യാത്രയാണ്. യൗസേപ്പ് പിതാവ് തിരുനാളുകളൊക്കെ ആകുമ്പോൾ തൻ്റെ ആ പണിശാല അടച്ചിടും, ഷട്ടർ ഇട്ടിട്ട് പറയും പണിമുടക്കെന്ന് എഴുതി വയ്ക്കും. എന്നിട്ട് യൗസേപ്പ് പിതാവ് പോവുകയാണ്, മാതാവിനും ഉണ്ണീശയൊക്കെ കൂട്ടി ഇങ്ങനെ ദിവസങ്ങളോട് 6-7 ദിവസത്തെ ഈ ചടങ്ങ് കൂടാൻ പോവുക. അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് പിന്നീട് തൻ്റെ ആ പണിശാല തുറന്ന് ജോലികളൊക്കെ പുനരാരംഭിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ വലിയ സുസ്ഥിരയൊന്നും ഇല്ലെങ്കിലും അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ആ പണിശാല അടച്ചിട്ടിട്ട് ദേവാലയത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ യൗസേപ്പ് കാണിച്ചൊരു മനസ്സ്, ആ മനസ്സ് സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള കൃപ ഈ തലമുറയിൽ നമ്മുടെ പിതാക്കന്മാർക്കും അമ്മമാർക്കും മക്കൾക്കും ഒക്കെ രൂപപ്പെടട്ടെ. അതിനുവേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് യൗസേപ്പിൻ്റെ ആ കരം പിടിച്ച് ദേവാലയത്തേക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ തിരുനാളിനൊരുങ്ങാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ബാലനായ ഈശോയെ സാബത്ത് ആചരണത്തിനായി സിനഗോഗിലും തിരുനാളുകൾക്കായി ജെറൂസലേം ദേവാലയത്തിലും കൊണ്ടുപോയിരുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവേ, യഹൂദ പാരമ്പര്യമനുസരിച്ച് എല്ലാം നിർവഹിച്ച വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ യൗസേപ്പിൻ്റെ മാതൃകയനുസരിച്ച് ഞങ്ങളുടെ പണിശാലകളിലും പ്രാർത്ഥനയിലും ജോലിയിലുമെല്ലാം ഒരുമിച്ച് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാനുള്ള കൃപ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.